എന്താണ് ഇഷ്ടപ്പെട്ടത് ഈ പടത്തിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ആക്ടിങ് കൊള്ളാം. പിന്നെ ക്യാമറ ടേക്ക് നല്ല രസമുണ്ട്. ബിജിഎം നല്ല പൊളിയായിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാം കൊള്ളായിരുന്നു. ഉണ്ണിമുതൻ എല്ലായ്പ്പോഴും കൊള്ളാം കൊള്ളാം. പുള്ളി വന്നതിന് ശേഷമാണല്ലോ ആ സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ കൊള്ളാവുന്നത്. ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. പേടിച്ചായിരുന്നോ? അത് എപ്പോഴെങ്കിലും കണ്ണൊക്കെ മാറ്റിയായിരുന്നു സ്ക്രീനിൽ? ഞാനങ്ങനെയൊന്നും ചെയ്തില്ല. ഫുള്ളിരുന്ന് കാണാൻ പറ്റും. ഫുള്ള് കണ്ടു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? എല്ലാവരുടെയും നല്ല ആക്ടിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ടോ ട്രെയിലർ കണ്ടപ്പോൾ? മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സ് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. വില്ലനോ ലാസ്റ്റ് വന്ന അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. മൊത്തത്തിൽ നല്ല സിനിമയായിരുന്നു. എങ്ങനെയുണ്ട്? വയലൻസും കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് വന്നല്ലേ? എങ്ങനെയുണ്ട്? ഹെവി ആയിട്ട് തോന്നില്ല, എന്നാലും കൊള്ളായിരുന്നു. ഹെവി ആയിട്ട് തോന്നില്ല. ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന ആളാണ്, അതുകൊണ്ട് തോന്നാത്ത. എങ്ങനെയുണ്ട് ഉണ്ണിമൂന്ത? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. സീരിയസ്ലി ഹോളിവുഡ് സിനിമകളിലൊക്കെ അതേ അത്ര ഹൈപ്പാണ് കൊടുത്തിരുന്നത്, പക്ഷെ അതിനകത്തൊന്നും റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഭയങ്കര കോമഡി. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ റിയലിസ്റ്റിക്കലി ഒന്നും ഒരുപാട് തള്ളുള്ളതുകൊണ്ട് ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റില്ല, വയലൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ഡിസപ്പോയിന്റ്മെന്റ്. നല്ല വിഷ്വൽസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഭയങ്കര ബ്രൂട്ടൽ പടമാണ്. ഭയങ്കര ബ്ലഡ് ഷെഡും അങ്ങനെ എന്താ ലൈറ്റ് ഹാർട്ടഡ് ആൾക്കാർക്ക് പറ്റില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. വിഷ്വൽസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഭയങ്കര ബ്രൂട്ടലായിട്ട് നല്ല പടം. നല്ല സിനിമ. അടിപൊളി കിട്ടില്ല. പുള്ളിയുടെ സ്വാഗ് അടിപൊളിയാണ്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് പുള്ളിയുടെ ആക്ടിങ് എല്ലാം. നല്ല പടം. ഉള്ള ഹൈപ്പും കാര്യങ്ങളുണ്ട്. സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വീക്കായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ കൊള്ളാം. കണ്ടിരിക്കുക, ലാഗൊന്നുമില്ല. നല്ല രീതിയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാം തിയേറ്ററിൽ വന്ന് കാണണമെന്നാണ് അഭിപ്രായം. ഉണ്ണിമൂന്തന്റെ ക്യാരക്ടറും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. വില്ലൻ സൈഡും സെറ്റാണ്. ജഗദീഷ് സെറ്റാണ്. നായകനെക്കാട്ടി കുറച്ചുകൂടെ മേളിൽ നിൽക്കുന്ന വില്ലൻ അങ്ങനെയില്ല, എല്ലാവരും രണ്ട് ഈക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയില്ലേ. വേറെ പ്രശ്നമില്ല. ആർക്കയോ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് വീട്ടുകാരും വെച്ച് കാണാൻ പറ്റിയ പടമല്ല. എങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് വന്നപ്പോ എൻജോയ് ചെയ്ത് കണ്ടോ? എങ്ങനെയാണ്? എൻജോയ് ചെയ്തു. ഭയങ്കര ഭയങ്കരമായിരുന്നു. ഭയങ്കര വയലൻസാ. വിചാരിക്കാത്ത എന്തൊക്കെയോ നടന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് എല്ലാം കൊള്ളായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഹാഫ് കണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി വയലൻസ് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. കൊള്ളാം. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റൂല. ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ കൊള്ളാം. അതില് ഒരു വീട്ടിന്റെ അകത്തുള്ള ഒരു സീനുണ്ട്, സ്പോയിൽ ചെയ്യണില്ല ആരെങ്കിലും കാണാതെ ഇരിക്കണമെങ്കിൽ. അത് കാണുമ്പം ഇത്തിരി ബ്രൂട്ടലാണ്. വേറെ എല്ലാം പിന്നെ പിടിച്ചിരിക്കാം. എങ്ങനെയുണ്ട് വില്ലനായിട്ട് വന്ന ലാസ്റ്റ് വില്ലനായിട്ട് വന്നപ്പോ? അത് അവസാനം പെട്ടെന്ന് അങ്ങ് തീർത്ത പോലെ തോന്നി. അവ ഇത്തിരിയും കൂടെ സഫർ ചെയ്യണമെന്നാണ് എന്റെ ഒപ്പീനിയൻ. എന്നാലും കൊള്ളാം. എങ്ങനെയുണ്ട് ആക്ഷനും വയലൻസും? സൂപ്പർ. വയലൻസ് സെക്കൻഡ് ഹാഫ് നല്ല വയലൻസ്. ഫസ്റ്റ് ഹാഫ് ചെറിയതായിട്ട് ലാഗ് ഉണ്ട്. ബാക്കി സെക്കൻഡ് ഹാഫ് കൊള്ളാം. എൻഗേജ് ആയിട്ടിരിക്കുന്നുണ്ട്. സമയം പോകുന്ന അറിയുന്നില്ല നമ്മൾ. ഇതുവരെ ചെയ്തതിലൊക്കെ ബെസ്റ്റ്. ടൈപ്പിനുള്ള അത്രയും തോന്നിയില്ല. പിന്നെ കുറച്ച് എഴുത്തിലും ഡയലോഗൊക്കെ ഭയങ്കര കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നി. ബട്ട് വയലൻസ് വൈസ് എടുത്ത ഒരു സിനിമയാണെങ്കിൽ അതിന് ഓക്കെ. വയലൻസിന് വേണ്ടി പോവാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഒരു മൂവി നിലയിൽ കുറച്ച് ടുവേഴ്സ് എന്റെ സ്റ്റോറി ബോറായിരുന്നു. അടുത്തൊരു പാർട്ട് വരാൻ സാധ്യതയുണ്ടോ? പാർട്ടിനുള്ളത് അവര് ചെറിയ ടൈലന്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ടൈലന്റ് ഇപ്പൊ ഇതിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. ആ പടത്തിന്റെ അതുവരെ വന്നൊരു ഹൈപ്പ് ചെറുതായിട്ട് ഭയങ്കര ഒരു ക്ലീഷേ ആയിപ്പോയി. നല്ല സിനിമ. ഉണ്ണിമൂന്ത അടിപൊളി. വില്ലനും കൊള്ളാം, പക്ഷേ